നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളത്തിൽ 35-നും 60-നും വയസ്സിന് പ്രായമുള്ള, അതായത് ഇത് രണ്ടിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പെൻഷൻ പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി കഴിഞ്ഞു പോയ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പദ്ധതി ഇന്ന് പാതി ഉപേക്ഷിച്ച നിലയിലാണ്. പാതി ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയുന്നു. പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ പാതി ഉപേക്ഷിച്ചു. അതിൻ്റെ ഒരു ഗഡു, അതായത് ഒരു തവണ ആയിട്ടുള്ള അതിൻ്റെ 1000 രൂപ വീതം നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ, ഏകദേശം 10 ലക്ഷത്തിൽ ചില്ലുവാനം വരുന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് ആ പദ്ധതിയുടെ ഗുണഫലം കിട്ടി. 1000 രൂപ വീതം അവർക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ശക്തനായ സ്ത്രീപക്ഷ ചിന്തകനായ ഒരു നേതാവുണ്ട്, മുൻ കോൺഗ്രസ് നേതാവ്, പുനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. സ്ത്രീ പീഡന കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നേതാവുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് VD സതീശൻ മേനോൻ സാറിൻ്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച്, സ്ത്രീപക്ഷ ചിന്തകളെക്കുറിച്ച് വലിയ തോതിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. അതായത് സ്ത്രീകൾക്ക് ഉന്നമനത്തിനും അവരെ ശാക്തീകരിക്കുന്നതിനും വേണ്ടിയാണ് നമുക്കറിയാം പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സുകളിലെ സൗജന്യ യാത്ര ആരംഭിച്ചത്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് സൗജന്യ യാത്രയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറയേണ്ടി വരും. കേരളത്തിലെ എത്ര ശതമാനം സ്ത്രീകളെ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്ന ഈ ഉമ്മാക്കി കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത് നടത്തി കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രിയദർശിനിയിലൂടെ അവരുടെ സ്ത്രീ ശാക്തീകരണം നടത്താൻ സാധിക്കും? കേരളത്തിലെ എത്ര ശതമാനം സ്ത്രീകളെ എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീപക്ഷ ചിന്താഗതിക്കാരനായ അങ്ങനെ തന്നെ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു നേതാവിന് വ്യക്തമാക്കേണ്ടതുണ്ട്. പറയുമ്പോൾ തെക്കൻ കേരളം മാത്രം എടുത്ത് പറയരുതെന്നേ, വടക്കൻ കേരളത്തിലോട്ടൊക്കെ ഒന്ന് പോ. ദിവസേന യാത്ര ചെയ്യാൻ സാധ്യതയില്ലാത്ത, ദിവസേന യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു പറ്റം സ്ത്രീകളെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു ഭംഗിക്കാണ് ശ്രീ എന്ന് മുന്നേ ചേർത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാചക കസർത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾക്ക്, വയോധികമാർക്ക് വേറെ പെൻഷൻ പദ്ധതി ഉണ്ടല്ലോ, നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേറെ കിടക്കുന്നു. അപ്പോൾ അവർക്ക് ഏകദേശം 35-നും 60-നും മധ്യേ പ്രായമുള്ള ഈ 10 ലക്ഷത്തോളം വരുന്ന വനിതകൾക്ക് ഒരു സഹായം എന്നുള്ള നിലയിൽ, അവർക്ക് അത്യാവശ്യം ഒരു ക്ഷേത്രത്തിലേക്ക് സന്ദർശനം നടത്തുന്നതിന്, എന്തെങ്കിലും ഒരു വട്ടച്ചെലവ് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടോ സർക്കാർ നൽകുന്ന ഒരു 1000 രൂപ എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതി, പെൻഷനല്ല, ഒരു ഗ്രാൻഡ് പോലെ അവർക്ക് നൽകുന്നു. ഈ പദ്ധതി ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്. ഫെബ്രുവരിയിൽ എന്തോ ഒരു ഘട്ടത്തിൽ കിട്ടിയിരുന്നു. അതിന് കഴിഞ്ഞ ദിവസം സതീശൻ മേനോൻ സാറ് പത്രസമ്മേളനം നടത്തിയ സമയത്ത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദ്യം വന്നു മാധ്യമപ്രവർത്തകർ. പൊതുവെ മാധ്യമപ്രവർത്തകർ ഇത്തരം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാറില്ല എന്നുള്ളത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്. നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ചില കാര്യങ്ങളാണ് അതെല്ലാം. ചില ചോദ്യങ്ങളൊക്കെ മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കും. അത്തരം ചോദ്യങ്ങൾ പലതുമുണ്ട് കേട്ടോ. അത്തരം ചോദ്യങ്ങൾ ഇന്ന് വരെ മംഗലാപുര യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലൊരൊറ്റ ചോദ്യം ഇതുവരെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ക്ലിഫ് ഹൗസിലേക്ക് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തുന്നത്, മോടി പിടിപ്പിക്കലല്ല എന്ന് മാധ്യമപ്രവർത്തകർ എഴുതുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ലോഡ് ഷെഡിംഗ് അല്ല, പവർ ഫെയിലുവർ ആണ് എന്നെഴുതാനുള്ള ഒരു മര്യാദ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെ വൈദ്യുത നിയന്ത്രണം എന്ന് പറയുന്ന ഒരു പുതിയ വാക്കിലേക്ക് കൊണ്ടെത്തിക്കാനും നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, നമ്മൾ മാധ്യമങ്ങളുടെ ആ ഭാഷാശുദ്ധി വ്യത്യാസപ്പെട്ടതിനെ നമ്മൾ ശക്തമായി, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സർക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയുമോ? നമ്മുടെ കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വനിതകൾക്കാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഫലം ലഭിച്ചു. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ ശക്തമായി പരാജയപ്പെട്ടതുകൊണ്ട് ആ പരാജയം മറികടക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് ഇടത് സർക്കാർ ആവിഷ്കരിച്ചത്. അതായത് ഫെബ്രുവരിയിലാണ്, മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു തവണ അവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയായി പിന്നീട് അവർക്ക് ഈ പെൻഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാൻഡ്, ഈ ഒരു തുക അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏകദേശം 3800 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. 3800 കോടി രൂപ.
എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പദ്ധതി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദമായി പഠനം നടത്തേണ്ടതുണ്ട് എന്നാണ് സതീശൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഠനം നടത്തേണ്ടി വരുന്നത്? നമുക്കറിയാം, വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി എപ്പോൾ പത്രസമ്മേളനം വിളിച്ചാലും രാഷ്ട്രീയമായി കഴിഞ്ഞ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാം. നിലവിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് തടസ്സം എന്നുള്ളത് ചോദിച്ചാൽ കഴിഞ്ഞ സർക്കാർ മുന്നും പിന്നും നോക്കാതെ എടുത്ത ചില സമീപനങ്ങളാണ് അതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു. അതൊരു വാസ്തവ വിരുദ്ധമായ കാര്യമല്ലേ? എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താ? അനർഹരായ പലരും ഈ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. എങ്ങനെ സംശയിക്കുന്നു? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റേഷൻ കാർഡിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ആ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അനർഹമായ പലരും ഇതിനുള്ളിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. ഇപ്പോൾ പെൻഷൻ മേടിക്കുന്ന എല്ലാവരെയും ഈ പറയുന്ന പോലെ ചില നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ വരയ്ക്കുന്ന ചില രേഖകൾ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ചില ക്രൈറ്റീരിയകൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഇനിയും ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താ? ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചു മാത്രം പറയുന്ന വി.ഡി. സതീശൻ നമുക്ക് തന്ന ഉറപ്പുകൾ എത്രയെണ്ണം ലംഘിച്ചു എന്നുള്ള ആലോചിച്ച് നോക്കിക്കോളൂ. ആകെ നമ്മുടെ കേരളത്തിന് കിട്ടിയത് എന്താ? ആകെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സിനകത്ത് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള ഈ ഒരു പദ്ധതി മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? കഴിഞ്ഞ സർക്കാർ 2500 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു അത്രേ. ഓക്കെ, ഈ കാലം അത്രയും കൊണ്ട് സർക്കാർ വർദ്ധിപ്പിച്ചത് വെറും 400 രൂപ മാത്രമാണ്. അതായത് 1600 നിന്നും 400 രൂപ വർദ്ധിപ്പിച്ച് 2000 എന്ന് പറയുന്ന പെൻഷൻ തുകയിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഇടത് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിരിക്കുന്ന ആകെയുള്ള ഒരു നേട്ടം എന്നാണ് പറയുന്നത്. അപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചില്ല, എൻ്റെ പൊന്നു സതീശൻ സാറേ, മേനോൻ സാറേ, ഞങ്ങൾ അതല്ല ചോദിച്ചത്. ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ ഗ്രാൻഡ് അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഈ തുക നിങ്ങൾ നൽകുമോ ഇല്ലയോ? ഇതാണ് ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി മതി ഞങ്ങൾക്കെന്ന് പറയുന്നില്ല. അപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഈ സതീശൻ മേനോൻ സാറ് കഴിഞ്ഞ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അനർഹരായ പലരും എന്ന് വെച്ചാൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തവണയെങ്കിലും ആ പെൻഷൻ വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആ തുക കൈപ്പറ്റിയിരിക്കുന്ന വനിതകളിൽ പലരും അനർഹമായിട്ടാണ് അത് കൈപ്പറ്റുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന സ്ത്രീകളിൽ പലരും എന്തോ അഹമ്മതി കാണിച്ചുകൊണ്ടാണ് സ്മാർട്ട് എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഈ രീതിയിൽ ഇത് അപേക്ഷ മേടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പെൻഷന് അർഹത നേടിയിട്ടുള്ളത് എന്നാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ഈ ദിവസങ്ങളിൽ നമ്മൾ മുനമ്പം വിഷയം കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കും. എന്നിട്ട് പരിഹരിക്കപ്പെട്ടോ? ഇല്ല. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരും എന്ന് പറഞ്ഞു തുടങ്ങിയ പരിപാടികളാണ്. ഞങ്ങൾ പെൻഷൻ 3000 ആക്കും എന്ന് പറഞ്ഞു. അതിനി താമസം എടുക്കുമായിരിക്കും. ഇനിയിപ്പം നാളെ ബഡ്ജറ്റ് വരാൻ പോകുന്നു. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമായിരിക്കാം. സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ധവളപത്രം പുറത്തിറക്കിക്കൊണ്ട് ഇവിടെ കേരളം മൊത്തം കടക്കെണിയിലാണ്, കടത്തിനകത്ത് മുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു ധവളപത്രം പുറത്തിറക്കിയത്? നിങ്ങൾ ആന്റണി പറഞ്ഞിരിക്കുന്ന പോലെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, മുണ്ട് മുറുക്കി എടുത്ത് ജീവിക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കേരളത്തിലുള്ള നമ്മുടെ വി.ഡി. സതീശൻ മേനോൻ സർക്കാർ ജനങ്ങളെ പതുക്കെ, അതായത് അവർ പോലും അറിയാതെ പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുതിച്ചുയർന്നപ്പോൾ അതിൽ മൂലമുണ്ടാകുന്ന 440 കോടി രൂപയുടെ അധിക വരുമാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാൻ എന്തുകൊണ്ടാണ് നാളിതുവരെ സതീശൻ മേനോൻ സാറിന് കഴിയാതെ പോയത്? ഞങ്ങളത് ചെയ്തു കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ സതീശൻ മേനോൻ സാറിന് അധികാരം കിട്ടിക്കഴിഞ്ഞ് കസേരയിൽ അമർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ പഠിക്കേണ്ടി വരും. എന്തേ ഇത്രയും കാലം പഠിക്കാതിരുന്നത് എന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളെയും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.